ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എപ്പോഴാണ് കേട്ടോ ഈ ചൊല്ല് കേൾക്കണേ. കാര്യം ശരിയാണ്. ഞണ്ട് കറി ഉള്ളപ്പോൾ അതിൻ്റെ സൈഡിൽ മറ്റെന്ത് കറി ഉണ്ടെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്ക് പോലില്ല. അത്രയ്ക്ക് അടിപൊളിയല്ലേ ഞണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന്. ഞണ്ട് ക്ലീൻ ചെയ്താൽ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ കൈ കൊണ്ടും കത്തി കൊണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ദെൻ നമുക്ക് അരിഞ്ഞ സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് വാടി ബ്രൗൺ കളർ ആവൊന്നും വേണ്ട. ഏകദേശം ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. തക്കാളി വാടുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ള കാരണം ഞാൻ ഞണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ തിരുമ്മി വെക്കുമെന്ന് എനിക്കറിയില്ല, ഞാനത് ചെയ്തു. ശേഷം നമുക്ക് തക്കാളി വാടി കഴിയുമ്പോൾ ഞണ്ട് ഇട്ട് കൊടുക്കണം. വെള്ളം ഇപ്പം ചേർക്കുന്നില്ല. അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുകയുള്ളൂ. പക്ഷെ വിചാരിച്ച പോലെ ഞണ്ടിന്ന് വെള്ളം ഇറങ്ങിയില്ല. അതിനകത്ത് ഇറങ്ങേണ്ടതാണ്, പക്ഷെ ഇറങ്ങിയില്ല. ദെൻ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10-15 മിനിറ്റ് ഒക്കെ വേവിക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. കണ്ടിന്യൂസ് അടച്ച് വെച്ച് വേവിക്കുകയല്ല വേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. എന്നാലാണ് അത് സെറ്റ് ആവുള്ളൂ. ദെൻ ഏകദേശം ചാറൊക്കെ വറ്റി വരുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ റോസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇതാണ് ഇതിൻ്റെ പാകം വരുന്നത്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനതിൻ്റെ അളവും കാര്യങ്ങളും ഇതിനകത്ത് മെൻഷൻ ആക്കിയിട്ടില്ല, കാരണം ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചത് എന്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.